ഓസ്ട്രേലിയയിലേക്ക് പറക്കാൻ നിങ്ങൾ റെഡിയാണോ? അതും ഓസ്ട്രേലിയൻ ഗവൺമെന്റ് 40 ലക്ഷം രൂപ നമുക്ക് ഇങ്ങോട്ട് തരും. നമസ്കാരം, ഞാൻ ബിൻസു. ഞാനിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൽ ഒരുപാട് പ്രൊഫഷണൽസിന്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഗവൺമെന്റ് 40 ലക്ഷം രൂപ നമ്മൾക്ക് ഇങ്ങോട്ട് തന്നിട്ട് നമ്മളെ അങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുന്നു. കേട്ടാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. അതോടൊപ്പം തന്നെ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും ഇത് കളിപ്പീരാണെന്ന്. അപ്പൊ ഈ ക്യൂൻസ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂൻസ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ തമിഴ്നാട്, കേരളം പോലെയുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഓസ്ട്രേലിയയിലെ. അപ്പൊ ക്യൂൻസ്ലാൻഡ് സ്റ്റേറ്റിൽ ധാരാളം പ്രൊഫഷണൽസിന്റെ ഷോർട്ടേജ് ഇപ്പോൾ ഉണ്ട്. ഇനി എന്തൊക്കെ വേക്കൻസികളാണ് അവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ ടീച്ചേഴ്സ്, എഞ്ചിനീയേഴ്സ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, അതോടൊപ്പം തന്നെ നഴ്സസ്, ഇങ്ങനെ ഒരുപാട് വേക്കൻസീസ് ഇപ്പം ക്യൂൻസ്ലാൻഡിൽ നിലവിലുണ്ട്. അവർക്ക് പ്രൊഫഷണൽസിനെ ആവശ്യത്തിന് കിട്ടാത്തതുകൊണ്ട് തന്നെ അവര് ഓസ്ട്രേലിയൻ ഡോളർ ഏകദേശം $70,000 ഇങ്ങോട്ട് തന്നിട്ട് ഫ്രീ ആയിട്ട് നമ്മളെ റിക്രൂട്ട് ചെയ്യുന്നു. ഈ $70,000 പാക്കേജ് കൊടുക്കുന്നത് ഇപ്പോ നഴ്സസിനും അതോടൊപ്പം തന്നെ ഡോക്ടേഴ്സിനും ആണ് അവർ കൊടുക്കുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ കണ്ടീഷൻ? അല്ലെങ്കിൽ ഈ 40 ലക്ഷം രൂപ നമ്മൾക്ക് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഇങ്ങോട്ട് തരുമ്പോൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കാണുമല്ലോ. അവരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മൾ 2 വർഷം അവരുടെ റൂറൽ ഏരിയകളിൽ, അതല്ലെങ്കിൽ അവരുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഹെൽത്ത് സെന്ററുകളിലും അതോടൊപ്പം തന്നെ ഹെൽത്ത് വർക്കേഴ്സായിട്ട് നമ്മൾ അവിടെ പോയി, അല്ലെങ്കിൽ നേഴ്സോ ഡോക്ടറായിട്ട് നമ്മൾ ജോലി ചെയ്യണം. ഈ 2 വർഷം കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഓസ്ട്രേലിയയിലെ മറ്റുള്ള ഏത് സ്റ്റേറ്റിലോട്ട് നമുക്ക് മാറിപ്പോവാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തോ കളിപ്പീരോ തട്ടിപ്പോക്കാന്ന്. ഒരിക്കലും ഇത് തട്ടിപ്പോ കളിപ്പീരോ ഒന്നുമല്ല. ഇത് സാക്ഷാൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റ്, അതല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള ക്യൂൻസ്ലാൻഡ് ഗവൺമെന്റ് പബ്ലിഷ് ചെയ്ത ഒരു ന്യൂസ് ആണിത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിന്റെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ ക്യൂൻസ്ലാൻഡ് ഗവൺമെന്റ് വെബ്സൈറ്റിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഏത് ജോബാണ് നിങ്ങൾക്ക് അവിടെ ഉള്ളതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത് കളിപ്പീരൊന്നുമല്ല, ഇത് ഒറിജിനൽ ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് ഗവൺമെന്റ് ആണ് നിങ്ങൾക്ക് ഈ ജോബ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ക്വാളിഫൈഡ് അല്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മൂലം മറ്റാരെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ, അത് നല്ലൊരു കാര്യമല്ലേ. പിന്നെ അടുത്തതായിട്ട് ഞങ്ങൾ എങ്ങനെയാണ് ഓസ്ട്രേലിയയിലെ പെർമനന്റ് റെസിഡൻസി അല്ലെങ്കിൽ PR വളരെ വേഗം ഞങ്ങൾക്ക് കിട്ടിയതെന്നും ഞങ്ങൾ എങ്ങനെയാണ് ആ ഒരു പാത്തിലേക്ക് ഞങ്ങൾ എത്തിയെന്നും ഉള്ളതിനെ കുറിച്ചിട്ടുള്ള വിശദമായ ഒരു വീഡിയോ ഞാൻ നമ്മളുടെ ബിൻസു വേൾഡ് എന്ന് പറയുന്ന എന്റെ ഈ ഫേസ്ബുക്ക് പേജിലും അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ഈ പേജ് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. കാരണം നിങ്ങൾ പേജ് ഫോളോ ചെയ്താലല്ല ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ മറക്കാതെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ബിൻസു വേൾഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ വീഡിയോകളെല്ലാം ആദ്യം തന്നെ ബിൻസു വേൾഡിന്റെ യൂട്യൂബ് ചാനലിലാണ് അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ആദ്യം തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബിൻസു വേൾഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി നിങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയോ അതല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. തീർച്ചയായിട്ടും ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് ഓസ്ട്രേലിയയിൽ വെച്ച് വീണ്ടും കാണാം. ഇത്തരത്തിലുള്ള നല്ല വീഡിയോകളുമായി ഞാൻ വീണ്ടും വരും. വീണ്ടും കാണുമ്പോൾ ഏവർക്കും ഗുഡ് ബൈ.